നമസ്കാരം. അമൃത സംഗീതം തീർത്ത് ഗാനലഹരിയിലാഴ്ത്തി 1000 പ്രേക്ഷകരുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് സൂപ്പർ സ്റ്റാർ ഇതാ വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിൽ. ആരായിരിക്കും? സംഗീത്. യെസ്, സംഗീത്. സംഗീത്. സിദ്ധേഷ്. ആരംഭിച്ച് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ ആസ്വദിപ്പിച്ചു എന്ന ബഹുമതി നേടിയ തെന്നിന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ റിയാലിറ്റി ഷോ ആണ് സൂപ്പർ സ്റ്റാർ. ഇതിനോടകം തന്നെ ഒരുപാട് കലാകാരന്മാരെയും കലാകാരികളെയും വാർത്തെടുത്ത ഈ സംഗീതവേദി അതിന്റെ മറ്റൊരു ജൈത്രയാത്ര ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. മത്സരാർത്ഥികളിൽ നിന്ന് തെരഞ്ഞെടുത്ത മികവുറ്റ മാറ്റുരയ്ക്കുന്ന 20 ഗായകരെയാണ് ഇത്തവണ സൂപ്പർ സ്റ്റാർ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. സൂപ്പർ സ്റ്റാർ എന്ന ഈ മ്യൂസിക്കൽ ജേണിയിൽ നമ്മുടെ ഓരോ കണ്ടസ്റ്റൻസിനെയും ഇനിയും മികവുറ്റ ഗായകരാക്കാൻ നമ്മോടൊപ്പം 3 വിധികർത്താക്കളാണുള്ളത്. നമുക്കവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഒരു സംഗീത സംവിധായകൻ, 1985 മലയാള സിനിമാ ഗാനരംഗത്ത് ചേക്കേറി ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാവുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശരത് സർ. വെൽക്കം ടു ദി ഷോ. സർ ഒരുപാട് ഗായകരെ മോൾഡ് ചെയ്തെടുത്തിട്ടുള്ള ഒരു സംഗീത സംവിധായകനാണ്. അമൃതയായിട്ട് അസോസിയേറ്റ് ചെയ്ത്, സൂപ്പർ സ്റ്റാറുമായി അസോസിയേറ്റ് ചെയ്ത് ഇത് 2ാമത്തെ റിയാലിറ്റി ഷോ ആണ്. അതല്ലാതെ നമ്മുടെ ഫൈനൽ ഓഡിഷനിൽ ആക്ച്വലി ഇവിടെയുള്ള 20 കണ്ടസ്റ്റൻസിനെയും ചൂസ് ചെയ്തതിൽ സാറിന് വലിയൊരു റോൾ ഉണ്ട് എന്നാണ് എനിക്കറിയാവുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു സർ ഈ ഒരു എക്സ്പീരിയൻസ്? വളരെ എന്താ പറയേണ്ട, ഒരു രസകരമായിട്ടുള്ള ഒരു സന്തോഷമുള്ള അനുഭവമായിരുന്നു. സാധാരണ എന്താ പറയേണ്ട, ഈ പാടെ പാടാൻ വരുന്ന എല്ലാ കുഞ്ഞുങ്ങളും നമുക്ക് നമ്മുടെ മക്കളെ പോലെ അല്ലെങ്കിൽ വേറെ നമുക്കറിയാവുന്ന ആരുടെയെങ്കിലും മക്കളെ പോലൊക്കെയാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു ടെൻഷനും പിന്നെ ഇവർക്ക് നന്നായിട്ട് പാടണേ ദൈവമേ, ഇത്രയും പേര് നന്നായിട്ട് പാടിയാൽ നമ്മൾ എന്ത് ചെയ്യും ദൈവമേ എന്നുള്ള പല ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും നല്ല എന്താ പറയണ്ടത്, നല്ല രസകരമായിട്ടുള്ള ടീം തന്നെ ആയിരുന്നു അവരുടെ. അപ്പം ഞാനും അൽഫോൺസും ഇവിടെ കുത്തിയിരുന്ന് നമ്മൾ സെലക്ട് ചെയ്തതാണ് ഈ കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇവരിനിയും വളരെ മനോഹരമായിട്ട് പാടണം. അവർക്കെല്ലാം ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായി ഈ സംഗീത സാന്ദ്രമായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് പിന്നണി ഗായകനായി വന്ന് സംഗീത സംവിധാന ലോകത്ത് ചുവടുറപ്പിച്ച നമ്മുടെ എല്ലാം പ്രിയങ്കരനായ അൽഫോൺസ് ജോസഫ്. അൽഫോൺസ് സാറിനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ. താങ്ക് യു. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സൂപ്പർ സ്റ്റാർസിന്റെ ഭാഗമായിരുന്നു. ഒരുപക്ഷെ എല്ലാ കണ്ടസ്റ്റൻസിന്റെയും ഒരു ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും അടുത്ത ഒരാളായിരുന്നു അൽഫോൺസ് സാറ്. നമ്മുടെ ഈ സൂപ്പർ സ്റ്റാറിലാണെങ്കിലും ഇവിടുത്തെ ഗ്രൂമിംഗ് സെഷൻ ഏതാണ്ട് മുഴുവനും കൈകാര്യം ചെയ്യുന്നത് സാറാണ്. ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ വന്നിരുന്നാൽ നമ്മളിങ്ങനെ ട്രാൻസിലായി പോകുന്നു, ഫുൾ സംഗീതത്തിന്റെ ഒരു ലോകമാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു സാറിന്റെ ഒരു എക്സ്പീരിയൻസ്? എന്നെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഒരു കമ്മിങ് ബാക്ക് ഹോം എന്ന് പറയുന്നൊരു ഫീലായിരുന്നു. കാരണം റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് ഞാൻ അറിയണതും തുടങ്ങുന്നതും ഒക്കെ അമൃതയിലാണ്, സൂപ്പർ സ്റ്റാറിലൂടെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷമുണ്ട് വീണ്ടും തിരിച്ച് വരുമ്പോൾ. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇപ്രാവശ്യം കണ്ടൊരു പ്രത്യേകത, സാധാരണ റിയാലിറ്റി ഷോയിൽ കുറേ നടന്നിട്ട് വരുന്ന ആളുകളെക്കാളും പുതുതായിട്ട് കുറേ പേര്, ഞാൻ ഫ്രഷ് ആയിട്ട് കുറേ പേരെ എനിക്ക് കാണാനായിട്ട് സാധിച്ചു. അതെ. പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് പാടുന്ന ആളുകൾ. ആകെ കൂടെ എനിക്കൊരു വ്യത്യാസം തോന്നിയത്, ആണുങ്ങളെ കവച്ചു വെച്ചുകൊണ്ട് പെൺകുട്ടികൾ കൂടുതൽ എണ്ണത്തിൽ വന്നത്. അങ്ങനെ ഒരു പ്രത്യേകത. അതെ. അപ്പം
എന്തായാലും നല്ല നല്ല സിംഗിങ് ടാലൻസ് ശരിക്കും കാണാനായിട്ട് സാധിച്ചു. താങ്ക് യു സർ. അടുത്തതായി നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് തമിഴിൽ ഒരുപാട് സൂപ്പർ ഹിറ്റ് പാട്ടുകൾ പാടി മലയാളികൾക്കും തെന്നിന്ത്യ ഒട്ടാകെ വളരെ പ്രശസ്തയായ വളരെ പ്രിയങ്കരിയായ ക്ലാസിക്കൽ ആൻഡ് പ്ലേബാക്ക് സിംഗർ മഹതി മാം. വെൽക്കം മാം. ജനിച്ചത് തമിഴ്നാട്ടിലാണ്, പക്ഷേ വളർന്നത് മുഴുവനായിട്ട് ഇവിടെയാണ്. പിന്നെ ഞാൻ വായിച്ച് കിട്ടിയ കുറച്ച് ഇൻഫർമേഷൻ ഉണ്ട്. 1.5 വയസ്സായപ്പോൾ തന്നെ കർണാട്ടിക് രാഗാസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം എന്തായാലും നമ്മുടെ കുട്ടികൾക്ക് ഒരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും മാമിൻ്റെ കൂടെയുള്ള. ഒരുപാട് റിയാലിറ്റി ഷോൻ്റെ ഒന്നും പാർട്ടായിട്ടില്ല മാം. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു എക്സ്പീരിയൻസ്? ഫസ്റ്റ് ഓഫ് ഓൾ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക്സ് ടു അമൃത TV ആൻഡ് സൂപ്പർ സ്റ്റാർ ടീം. കുറേ റിയാലിറ്റി ഷോസ് എന്ന് പറയാൻ പറ്റില്ല. തമിഴ് ചാനൽസിൽ വൺ ഓഫ് ദ റിയാലിറ്റി ഷോസ് ഐ എം എ ജഡ്ജ്. ബട്ട് ദെൻ ഐ തിങ്ക് എപ്പോഴും റിയാലിറ്റി ഷോസിൽ യു ക്യാൻ സീ ഫ്രഷ്, വെരി വെരി ഫ്രഷ് സിംഗേഴ്സ്, ന്യൂ സിംഗേഴ്സ്. അതായത് ഓരോരോ സിംഗറിലും ഓരോരോ സ്പെഷ്യാലിറ്റി ഉണ്ടാവും. സോ ഐ തിങ്ക് ഐ എം എ പേഴ്സൺ ഹു വെൽക്കംസ് varied kind of talents. So definitely I think all 20 contestants valaradhigam talented aanu. Can see a lot of confidence in their faces. So wishing them good luck, and I think Sharath sir and Alphonse sir na kuda I'm very happy to share this experience, and I'm looking forward എനിക്കും ഒരു new experience. Thank you so much ma'am. അപ്പോൾ നമ്മുടെ വിധികർത്താക്കൾ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമ്മുടെ സംഗീത യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ 20 കണ്ടസ്റ്റൻസിനെ വളരെ കുറഞ്ഞ നിമിഷങ്ങൾക്കകം നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു മ്യൂസിക്കൽ ജേർണിയിൽ ത്രൂ ഔട്ട് ഞങ്ങളെ കണ്ടസ്റ്റൻസിനെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ആൻഡ് പ്ലീസ് ഹാവ് യു സീറ്റ്. അപ്പോൾ നമ്മൾ ജഡ്ജസിനെ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടസ്റ്റൻസിനെ പരിചയപ്പെടണം. പക്ഷെ അതിനു മുമ്പ് ഈ ഷോയിൽ ഒരു ബിഗർ സർപ്രൈസ് ഉണ്ട്. ഈ ഷോയുടെ എക്സ് ഫാക്ടർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സർപ്രൈസ്. റിയാലിറ്റി ഷോയുടെ ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ തരംഗമാവാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്നല്ലേ? വി ആർ ഇൻട്രൊഡ്യൂസിംഗ് എ ലൈവ് ബാൻഡ് ടു സപ്പോർട്ട് സൂപ്പർ സ്റ്റാർ. സോ ഐ വെൽക്കം ദ ബാൻഡ് Music ID to the show. On keys we have Jay Kumar, JK. And on flute we have Abby. On lead guitar we have Preet. On bass guitar we have William. And finally on drums we have Shibu Samuel. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ സൂപ്പർ സ്റ്റാറിലെ മ്യൂസിക് ID ടീമിലെ അംഗങ്ങൾ. അപ്പോൾ നമ്മുടെ 20 സൂപ്പർ സ്റ്റാർസിനെ കാണാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മുടെ കൂടെ നമ്മുടെ ഇത്രയും ടാലൻറ്റഡ് ആയ ഇത്രയും എമിനൻ്റ് ആയ ജഡ്ജസ് ഇവിടെ ഉള്ളപ്പോൾ അവരുടെ ഒരു പെർഫോമൻസ് ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുക? ഇപ്പോൾ ദാ എൻ്റെ കൂടെ ഇവിടെ ദ വെരി ബ്യൂട്ടിഫുൾ മഹതി മാം ഉണ്ട്. മഹതി മാമിനോട് നമുക്ക് ചോദിക്കാം ഏത് പാട്ടാണ് നമുക്ക് വേണ്ടി പാടാൻ പോകുന്നതെന്ന്. ഏതൊരു ബിഗിനിങ്ങിനും വിഘ്നേശ്വരനെയാണ് നമ്മൾ മനസ്സിൽ വിചാരിച്ച് തുടങ്ങുക. സോ ഞാനും അതുപോലെ തന്നെ മഹാഗണപതും പാടാണ്.
അടുത്തതായി ഈ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പോകുന്നത് സൂപ്പർ സ്റ്റാറിൻ്റെ ആരംഭം മുതൽ ഇതുവരെ നമ്മുടെ എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും താങ്ങും തണലുമായിട്ട് നിന്നിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ കം സിംഗറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, അൽഫോൺസ് ജോസഫ്. स्वस्ति स्वस्ति सुमुहूर्तं सुमंगली भवा मणवाटी स्वस्ति स्वस्ति सुमुहूर्तं सुमंगली भवा मणवाटी श्यामरात्रि तन्नरमनയിൽ മാറി നിൽക്കയോ താരകമേ പുലരി മഞ്ഞിലെ തളിരൊളിയാൽ അകലെ നിൽക്കയോ പെൺമനമേ ചാഞ്ഞു നിൽക്കുമാ ചില്ലയിൽ മൺചിരാതിലെ സ്വസ്തി സ്വസ്തി സുമുഹൂർത്തം സുമംഗലീ ഭവ മണവാട്ടി സ്വസ്തി സ്വസ്തി സുമുഹൂർത്തം സുമംഗലീ ഭവ മണവാട്ടി മെഴുകുതിരികളായി
വേദിയിലേക്ക് എത്തുന്നത് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം എന്ന് തന്നെ പറയാവുന്ന ഒരു സംഗീത സംവിധായകനാണ്. മറ്റാരുമല്ല, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശരത് സാർ. ശരത് സാറിനെ ഒരു മനോഹര ഗാനത്തിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. त्वमेव माता च पिता त्वमेव त्वमेव बन्धुश्च सखा त्वमेव त्वमेव विद्या द्रविणं त्वमेव त्वमेव सर्वं मम देव देव. ఎందరో మహానుభావులు ఎందరో మహానుభావులు అందరికీ వందనములు అందరికీ వందనములు ఎందరో మహానుభావులు అందరికీ తందానే నానే నానే తందానే నానే నానా తందానే నానే నానే తందానే నానే నానా సరిద మగర సరిద నగుమోము గణలేని నా జాలి తెలిసి నన్ను బ్రోవరా నగుమోము గణలేని నా జాలి తెలిసి నన్ను బ్రోవరా పమ పగరి సని సని పని గరి సని సని స గరి సని స గరి గరి సని స పమ గరి సని ర పమ
గప గప రిప సప గారి సప గరి సగరి గప గరి సప గరి సప గమ గరి సరి రామ గమ గరి సరి రామ సరి మపరి సరి మపని సరి మమ మరి సరి మమరి సరి మమరి సరి మమరి సరి మపని రి మపని సమపని సరి మంగళం గురుదేవాయ మహనీయ గుణాత్మనే സർവലോക ശരണ്യായ സാധുരൂപായ മംഗളം. ഇനി ഇവിടെ വരാൻ പോകുന്നത് സൂപ്പർ സ്റ്റാർ ജൂനിയർ സീസൺ 2-ലെ വിന്നറായിരുന്ന ഒരു കൊച്ചു കലാകാരിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കാം പാർവതി. പത്തിക്കിച്ചു ഓ കണ്ണേ അയ്യോ പത്തിക്കിച്ചു ഓ ഓ പെണ്ണേ നെഞ്ചോ സിക്കിക്കിച്ചു ഓ കണ്ണേ ഹേ മുള്ളൈ മുള്ളാലെടുപ്പത് പോൽ നെരുപ്പൈ നെരുപ്പാലാണ് കുങ്കാ ഹേ
ഇനി എന്താണുള്ളത്? നമ്മുടെ ഷോയുടെ ബാക്ക് ബോൺ, നമ്മുടെ 20 കണ്ടസ്റ്റൻസ്, 1200ഓളം ഗായകരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മികവുറ്റ 20 ഗായകർ. ആരൊക്കെയാണത്? നമുക്ക് കാണണ്ടേ? ലെറ്റ്സ് സീ. Life is a dream, realize it. Life is love, enjoy it. Life is a song, sing it. ഈ മനോഹരമായ സന്ദേശത്തോടുകൂടി ഒരുപാട് വിശേഷങ്ങൾ ബാക്കി നിൽക്കെ കുറച്ച് നാളുകൾ നീണ്ടു നിൽക്കുന്ന ഈ സംഗീതയാത്രയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ആദ്യഘട്ടത്തിൽ നമ്മുടെ മത്സരാർത്ഥികൾ നേരിടാൻ പോകുന്ന റൗണ്ടുകൾ ഏതൊക്കെയാണ്, അവരെങ്ങനെയാണ് അത് പെർഫോം ചെയ്യാൻ പോകുന്നത്, ഇതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ മുടങ്ങാതെ സൂപ്പർ സ്റ്റാർ കണ്ടിരിക്കണം. സോ ടിൽ ദെൻ ഇറ്റ്സ് എ ബൈ ബൈ ഫ്രം ദ എൻറ്റയർ ടീം ഓഫ് സൂപ്പർ സ്റ്റാർ. ബി എ സ്റ്റാർ, എ സൂപ്പർ സ്റ്റാർ. വട്ടാണല്ലേ? അയ്യോ എന്റെ അമ്മ എന്തൊക്കെ വിളിക്കുന്നതാണ്. ശരീരത്തിൽ കൊടുക്കുന്ന ആ പുഷ് നമ്മുടെ വോയിസിൽ വരാൻ പാടില്ല. അടിപൊളി പെർഫോമൻസ്. താങ്ക്സ്. ശ്രീരാജിനൊരു സന്തോഷമില്ലായിരുന്നു. ഞങ്ങൾ ഈ കറുപ്പ് വേഷോട്ട് ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ടാണ്, മൊത്തത്തിലൊരു ഇരുളടഞ്ഞ ഭൂഖണ്ഡം പോലെ ഞങ്ങളെ കാണുന്നതുകൊണ്ടാണ്. ഒരു സുന്ദരനും ഒരു സുന്ദരിയെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നടുക്കിരിക്കും നമ്മളെന്തോ നോക്കൂ വലിച്ചോർത്തി അറിയും ഞാൻ. ഒരു കൂളായിട്ട് എടുക്കുക. നമ്മളെല്ലാവരും നല്ല ഒരു എന്താ പറയാ ജോളിയായിട്ടല്ലേ ഇവിടെ ഇരിക്കുന്നത്. മഹതിയൊക്കെ ഇവിടെ ഇരിക്കുക, ചുമ്മാ കറുപ്പ് സാരി കൊടുത്ത് എന്ത് വിചാരിക്കുമോ ആവോ, അല്ല അൽഫോൺസ് ഇവിടെ നിന്ന് ഉറങ്ങുന്ന ഈ പാട്ടിൻ്റെ ഇടയ്ക്ക് എന്തായിരിക്കും സംഭവം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒറ്റ നല്ല മനുഷ്യനേ ഉള്ളൂ ശരത് സാർ. ഇന്നൊക്കെ മോള് മനസ്സിൽ വിചാരിച്ച് ടെൻഷനായി. അങ്ങനെ വേണ്ട. യുവജനോത്സവത്തിനൊക്കെ കയറുമ്പോൾ ഇത് ആരെഴുതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ പദ്യം ചൊല്ലണം. ഇത് എനിക്ക് പറയാൻ പറ്റാതെ ഞാൻ കരഞ്ഞിട്ടുണ്ട് സ്റ്റേജിൽ. ഇത്